10 ദിവസം മുൻപാണ് വാസുദേവൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പീഠം കൊണ്ടുവന്ന് വെച്ചതെന്ന് അമ്മ സുഭദ്രാദേവി പറഞ്ഞു. അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വെഞ്ഞാറമൂട്ടിലെ തന്റെ വീട്ടിൽ പീഠം എത്തിച്ചതെന്ന് സഹോദരി മിനി ദേവിയും വെളിപ്പെടുത്തി. ശബരിമലയിലെ ഷീൽഡ് എന്ന് പറഞ്ഞാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതെന്നും സഹോദരി പറഞ്ഞു. വാസുദേവൻ ഒരു 10 ദിവസത്തിനകം വാസുദേവൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ കൊണ്ട് തന്നതാണ്. അന്ന് മോൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ കൊണ്ട് തന്നതാണ്, അല്ലാതെ ഇവിടെ ഇല്ലായിരുന്നു. അത് അന്ന് അത് അയാളെ എങ്ങനെ പോയിന്നും അതൊന്നും ഉള്ളത് നമുക്കറിഞ്ഞൂടാ. ശബരിമലയിൽ ഇത് വച്ചപ്പോഴത്തേക്കും വലുതായി പോയപ്പം വേറെ പണിഞ്ഞുകൊണ്ട് വച്ചപ്പോൾ ഇത് വലുതായി പണിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ആര് കൊണ്ടുപോയി എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. മോളും അച്ഛനും കൂടെ തിരുവനന്തപുരത്തിൻ്റെ കോളേജിൽ എന്താ പോകാൻ നേരത്താണ് ഒരു 10 ദിവസം അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മോൻ പറഞ്ഞു, ഇപ്പം ഇത് ഇത്രയും വിവാദമായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കൊല്ലം നിങ്ങൾക്ക് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഞാൻ ഒന്നി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. മോൻ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു. 3-4 ദിവസത്തിന് മുമ്പ് പോയപ്പം സഹോദരി അവിടെ കൊണ്ടുവച്ച് അയാൾ കൊണ്ടുപോകില്ല. ഒരു സാധനം ഇവിടെ വയ്ക്കാം, പുള്ളി വന്ന് എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞു. ആ ഡ്രൈവർ അവിടെ ഇരുന്ന് ചിരിച്ച് ഞാൻ ഇവിടെ വെച്ചാണ് ഇത് വാങ്ങിച്ചത്, ഭാരക്കുറവുള്ള ഒരു സാധനം, അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. തലേ ദിവസം നാളെ ഞാൻ പോകും, അപ്പൊ എന്നാ ഒരു സാധനം ഇവിടെ വെക്കാം, ഹരി വേറെ ആരും അവിടെ ഇല്ല, അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം എന്ന് പറഞ്ഞിരുന്നു. ഷീൽഡാണ് എന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ അയാൾ വരും, അപ്പൊ അയാൾ കൊണ്ടുപോകും, അയാൾ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്ന് അവരും വന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം വിജിലൻസ് വന്നപ്പോ ഞാൻ ഉണ്ണിയെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു ആ സാധനം അങ്ങ് അവരെ ഞാൻ തന്ന സാധനം അവരെല്ലാം അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അവര് എടുത്ത് പൊളിച്ചപ്പോഴാണ് ഇത്. അപ്പൊ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ എടുത്തങ്ങ് അപ്പോൾ തന്നെ ആ സാധനം അങ്ങ് എടുത്തു കൊടുത്തു. പക്ഷെ ഇത് സീൽ ചെയ്തിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വന്നില്ല. വിവരങ്ങളുമായി റഹീസ് റഷീദും ആർ റോഷിപാലും പ്രവീൺ പുരുഷോത്തമനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം റഹീസ് റഷീദിലേക്ക് നമ്മൾ പോകുന്നു. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. സ്പോൺസർ എന്തിനാണ് ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്? കയ്യിലുണ്ടായിട്ടും കള്ളം പറയുന്ന ഒരു സാഹചര്യമാണ്. ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട തൂക്കക്കുറവ് അത് കോടതിയിൽ ഉന്നയിക്കപ്പെടുമ്പോഴും ഈ സത്യം അറിയാമായിരുന്നിട്ട് മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? ഗുഡ് ഈവനിങ് സുജയ. ഇതിനകത്ത് നമ്മൾ 2 സാധ്യതകളാണ് കാണുന്നത്. ഒന്ന്, ഇതിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സംബന്ധിച്ച വാസുദേവൻ ആചാര്യയുടെ കയ്യിൽ ഈ ശില്പം, ഈ പീഠം ഇരിക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു ഭാഗം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് 2019 ഈ പീഠം സന്നിധാനത്തേക്ക് നൽകുന്നത്, സ്പോൺസർ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം അതൊരു കോവിഡ് സമയമായിരുന്നു. അതിനുശേഷം അതിലേക്ക് നാണയത്തൊട്ടുകൾ വീണ് സ്വർണത്തിന്റെ കളർ മാറിയ സമയത്ത് ദേവസ്വം ബോർഡ് തന്നെ സ്പോൺസർ ചെയ്ത ആളെ സമീപിക്കുകയായിരുന്നു. പക്ഷെ അന്നത് അറ്റകുറ്റപ്പണി നടത്തി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാകാത്തതുകൊണ്ട് 2021 പുതിയൊരെണ്ണം നിർമ്മിച്ചു നൽകി. പക്ഷെ അത് പാകമായില്ല. അതുവരെയാണ് ഇതുവരെ ഈ പറയുന്നതനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാവുന്ന കാര്യം. പിന്നീട് അദ്ദേഹം നോക്കുമ്പോൾ അവിടെ ആ പീഠമില്ല എന്ന് മനസ്സിലാവുകയും പരാതി നൽകുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന പശ്ചാത്തലത്തിൽ PS പ്രശാന്തും ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവനുമൊക്കെ പറഞ്ഞതുപോലെ അതിന്റെ പൊലിമ കുറയ്ക്കാൻ രാഷ്ട്രീയമായി ആരൊക്കെയോ നീക്കങ്ങൾ നടത്തി അതിന്റെ ഭാഗവാക്കാക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. എങ്കിൽ പോലും വാസുദേവൻ ആചാരി വീട്ടിൽ കൊണ്ടുവന്ന് ഈ പീഠം നൽകിയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ജെനുവിനായിട്ടായിരുന്നു ആദ്യം കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഈ പീഠം കിട്ടി എന്ന വിവരം അറിയിക്കേണ്ടതായിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് നമുക്ക് അതിനുശേഷം സംസാരിക്കാൻ പറ്റിയില്ല. അമ്മയോട് ചോദിക്കുമ്പോൾ സുഭദ്രാദേവി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ഇതിൽ റഹീസ് പറഞ്ഞതനുസരിച്ച് രണ്ടാമതുണ്ടാക്കി കൊടുത്ത പീഠം, അതായത് 2019 പീഠത്തിന് മങ്ങലേറ്റപ്പോഴാണ് ഈ സ്പോൺസറെ സമീപിക്കുന്നത്. ആർ റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. ഇവിടെ പീഠത്തിന് മങ്ങലേറ്റപ്പോൾ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് അധികൃതർ 2019 ബന്ധപ്പെടുകയാണ്. കോവിഡ് കാലമായതുകൊണ്ട് പിന്നീടുള്ള 2 വർഷം ഈ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. 2021 തയ്യാറാക്കി കൊടുത്ത പാകമാകാത്ത അല്ലെങ്കിൽ അതിന് അളവ് വ്യത്യാസമുള്ള പീഠമാണ് കാണാതായി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നത്. ഇതിലിപ്പോൾ സർക്കാർ ഒരു ഗൂഢാലോചനാവാദം പറയുന്നുണ്ട്. കയ്യിലുണ്ടായിട്ടും കള്ളം പറഞ്ഞ് തങ്ങളെ മനഃപൂർവ്വം കരിവാരി തേച്ചതാണ് എന്നതാണോ സർക്കാരിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ഇപ്പോഴുള്ള നിലപാട്?
സുജയ പാർവതി, അങ്ങനെയാണ്. കാരണം ഈ പീഠം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ചെയർമാനും ഒപ്പം ദേവസ്വം മന്ത്രി VN വാസവനുമൊക്കെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് ഉയർത്തുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിന്റെ പകിട്ട് കുറക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലും കള്ളൻ എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ നേതൃത്വം, അത് പ്രതിപക്ഷ നേതാവ് അടക്കം ദേവസ്വം ബോർഡ് ഇത് ഈ സ്വർണ്ണ പാളിയിലെ തൂക്കം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നു. അതാണിപ്പോൾ PS പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ ഒരു ആരോപണം ഉൾപ്പെടെ ഉയരാൻ കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പരാതിയായിരുന്നു. ആ പരാതിക്ക് പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ടെന്ന വാദമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവരും എന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇനി ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ പരസ്യമായി കാര്യങ്ങൾ പറയുമോ, കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടുമോ, അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുമോ എന്നതൊക്കെ അടക്കം അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണോ ആരോപണങ്ങൾ എന്ന സൂചന നൽകുന്നില്ലെങ്കിലും സ്വാഭാവികമായും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തത് 5 ദിവസം മുൻപാണ്. നമ്മൾ ആ ഡേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 5 ദിവസം മുൻപാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് SP കോടതിയിൽ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടിലൂടെ ഈ ദുരൂഹതകൾ നീങ്ങുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. റോഷിപാൽ, അക്കാര്യം കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ വാസുദേവന്റെ പക്കൽ ഈ പീഠം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ ഇത് തിരിച്ചു കൊടുത്തു വിടുമ്പോൾ വാസുദേവൻ അത് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ അറിയിക്കുക. ഈ പുതിയ പീഠം സ്ഥാപിച്ചല്ലോ ഇതിനുശേഷം, ആ പുതിയ പീഠം സംബന്ധിച്ച് മഹസറിൽ എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താതെ പോയത്? കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണല്ലോ ഈ പീഠത്തിന്റെ കാര്യമൊക്കെ പുറത്തറിഞ്ഞത്. അപ്പോൾ ഇനിയും ദുരൂഹതകൾ അവശേഷിക്കുകയല്ലേ പ്രവീൺ? ഗുഡ് ഈവനിംഗ് സുജയ. ഈ ഒരു വിഷയത്തിൽ അടിമുടി ദുരൂഹതയാണ്. നാം ഇതിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത് 2019 ഈ ഒരു ദ്വാരക പാലകരുടെ അതിന്റെ പീഠം, ഒപ്പം തന്നെ ആ 2 വശങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരപാലകരെ അതിന്റെ പീഠം ഉൾപ്പെടെ അറ്റകുറ്റപ്പണിക്കായിട്ട് ഈ സ്പോൺസർ തന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. അതിന്റെ പാളികളാണ് അഴിച്ചുകൊണ്ടുപോയത്. അതിനുശേഷം അത് സ്വർണം പൂശി തിരികെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ 2019 അത് അറ്റകുറ്റപ്പണിക്കായി പാളികൾ കൊണ്ടുപോവുകയും പിന്നീട് അവിടെ തന്നെ അത് സ്വർണം പൂശി തിരികെ സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ ഒരു അധ്യായം പൂർത്തിയാവുകയാണ്. രണ്ടാമത് ഒരു പ്രശ്നം ഉയരുന്നത് ദേവസ്വം ബോർഡ് തന്നെ ഈ സ്പോൺസറെ അറിയിക്കുകയാണ്. ഈ ദ്വാരപാലക അവരുടെ അതിന്റെ പീഠത്തിന് നിറം മങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് വീണ്ടും അത് അറ്റകുറ്റപ്പണി നടത്തണം എന്ന് പറയുന്നു. അങ്ങനെ അത് വീണ്ടും പരിശോധനയ്ക്കായി എടുക്കുകയാണ്. പക്ഷേ ഒരു സാങ്കേതികമായിട്ട് അന്ന് ഒരു പ്രശ്നം സംഭവിച്ചത്, ഒരിക്കൽ സ്വർണം പൂശിയ ഈ ദ്വാരപാലകരുടെ ആ ഒരു പീഠം അത് പിന്നീട് അത് കൊണ്ടുപോവുക എന്നുള്ളത് നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിക്കുകയാണ്, ഞാൻ പ്രത്യേകമായി പീഠങ്ങൾ തയ്യാറാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെയാണ് പ്രത്യേകമായി പീഠങ്ങൾ തയ്യാറാക്കുകയും അത് 2021 ജനുവരി 1 ശബരിമലയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ കോട്ടയത്തുള്ളൊരു സുഹൃത്തും ഒപ്പം തന്നെ ഒരു കാർപ്പൻറ്ററും, ഇവർ 3 പേരും കൂടെയാണ് ഈ ദ്വാരപാലകരുടെ ആ ഒരു പീഠം സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. അന്ന് രാത്രി നട അടച്ചതിന് ശേഷം അത് സ്ഥാപിക്കാമെന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അത് പ്രകാരം അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ പരിശോധന നടത്തിയപ്പോഴാണ് അളവിൽ കൂടുതൽ ആണ് എന്ന് കണ്ടെത്തിയത്. പക്ഷേ ആ സമയം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അന്ന് അയ്യപ്പ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം ഈ പീഠം അവിടെ ഏൽപ്പിച്ച് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും കോടതിയുടെ ഉത്തരവിലൂടെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു അവ്യക്തത നിലനിർത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ.